അല്ല, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണേ. നമ്മൾ ഈ മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ കാശ് വാരി എറിയുന്നതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ചികിത്സിക്കുന്നവരുടെയൊക്കെ ഭ്രാന്ത് മാറുന്നുണ്ടോ? അതോ വീണ്ടും കൊണ്ടുപോയി ചങ്ങലക്കിടേണ്ടി വരുമോ വിനയേന്ദ്രനെ? അല്ല, ഞാനിത് ചോദിക്കാനൊരു കാരണമുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്നവരിൽ മിക്കവരുടെയും കാര്യം കഷ്ടമാണ്. ചിലർക്ക് ഓർമ്മകൾ മുഴുവൻ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവും. മറ്റു ചിലർ സ്വന്തം വീട്ടുകാരെ പോലും കൺമുന്നിൽ കണ്ടാൽ തിരിച്ചറിയില്ല. എടി വിമലേ, ഇറങ്ങി വരാൻ. വിമലേ, എടി. വേറെ ചിലരാവട്ടെ എന്തിനും ഏതിനും ഭയങ്കര ദേഷ്യമായിരിക്കും. പതുക്കെ അത് വയലൻസായി മാറും. ചാവാനും കൊല്ലാനും തയ്യാറായിട്ടാവും പിന്നെ അവർ നടക്കുക. അക്കൂട്ടരെ കുടുംബത്തിൽ താമസിപ്പിച്ച ലാഭത്താ. ഈശ്വര, മതി ഈ സംസാരം. മനസ്സിന് സുഖമില്ലാതിരിക്കുന്ന ഒരാളുടെ വീട്ടിൽ വന്ന് ഇതുപോലെ തോന്നിയാസം പറയരുത്. നിങ്ങൾക്കെന്താ എന്റെ ഭർത്താവിനോട് വല്ല പകയും ഉണ്ടോ? വിസ്മയ പറഞ്ഞിട്ട് ഈ കുടുംബത്തെ സഹായിക്കാൻ തന്നെയാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? അതോ എന്റെ വിനയേട്ടനെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും വീണ്ടും അദ്ദേഹത്തെ ഒരു ഭ്രാന്തനാക്കണമെന്നും തീരുമാനിച്ചിട്ടാണോ? രോഹിണി, ആളും തരവും അറിയാതെ എന്തു വർത്താനാ നീ പറയുന്നേ? എന്താളും തരവും? ഇയാള് വിനയേട്ടനെ കൊള്ളിച്ചു പറഞ്ഞത് നിങ്ങൾ ആരും കാതു തുറന്ന് കേട്ടില്ലേ? എന്നിട്ടും ആരെങ്കിലും ഒരു അക്ഷരം ഇയാളെ എതിർത്ത് പറഞ്ഞോ? എന്താ കുറച്ച് കാശും പണവും കൊണ്ടുവരുന്ന ആർക്കും എന്ത് ഈ വീട്ടിൽ വന്ന് പറയാന്നാണോ? ഇവിടെ ഒരാൾക്കും അതിൽ കുഴപ്പമൊന്നും തോന്നില്ലെങ്കിലേ എനിക്കങ്ങനെ പറ്റില്ല. എന്റെ ഭർത്താവിനെ അധിക്ഷേപിച്ച അതെനിക്ക് കേട്ടു നിൽക്കാൻ സാധിക്കില്ലെന്ന് ചുരുക്കം. മുത്തശ്ശ, കൂടുതൽ എന്തെങ്കിലും എന്റെ നാവിന്ന് വീഴുന്നതിന് മുമ്പ് ഇയാളോട് പോവാൻ പറ. സാറേ, മാഷി വിഷമിക്കണ്ട. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല. വിനയന്റെ ഭാര്യ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അവരുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. പെങ്ങളെ, എൻ്റെ വാക്കുകൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. സാറൊന്ന് നിന്നേ. അവര് വിസ്മയോട് ആവശ്യപ്പെട്ട സേവനം ഹോസ്പിറ്റലിൽ ഡോക്ടറാവാനായിരുന്നില്ല, മറിച്ച് തങ്ങൾക്കൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ ഒരു വാടക ഗർഭപാത്രത്തെയായിരുന്നു. ഈ ചെറുപ്രായത്തിൽ ആരും അറിയാതെ സ്വന്തം ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കേണ്ട ഗതികെട്ട അവസ്ഥ അതവൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതാണ് സത്യം. ഈ കാശ് നമുക്ക് വേണ്ട. മുത്തശ്ശൻ അതിൽ തൊടണ്ട, കൈ പൊള്ളും. ഈ പണം എന്തിനുള്ള പ്രതിഫലമാണെന്ന് എനിക്കറിയാം. കൃത്യമായിട്ട് അറിയാം എനിക്ക്. നിങ്ങൾ പോവാൻ നോക്ക്. ഈ ദുഷിച്ച കാശ് ഇവിടെ വേണ്ട.